പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കണ്ട വീഡിയോ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കാണാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ, പകുതി കണ്ടതിന് ശേഷം അത് കാണാൻ പറ്റാതെ ആയി എന്ന് വെച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോളോ എന്തെങ്കിലും വന്ന് ആ ഫേസ്ബുക്കിൽ നിന്ന് മാറി നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ആ വീഡിയോ കാണാൻ രണ്ടാമത് പറ്റിയില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ആ വീഡിയോ നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. അതെങ്ങനെ, എവിടെ, ഫേസ്ബുക്കിന്റെ ഏത് ഭാഗത്ത് അത് കാണും എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ വീഡിയോയാണ് ഈ ചാനൽ ചെയ്യുന്നത്. കാര്യം, ആദ്യം ചെയ്ത വീഡിയോയിലുള്ള ഓപ്ഷൻ അല്ല രണ്ടാമത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ മൂന്നാമത് വന്ന ഓപ്ഷനും വീണ്ടും മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എന്നുള്ള കമന്റുകൾ കാണാറുണ്ട്. ചില അറിവുകൾ ചിലർക്ക് അറിയാം എങ്കിലും ചിലർക്കത് അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. അറിയാത്തവർക്കാണ് വീഡിയോ. നിങ്ങൾ അറിയാവുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്തവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. എന്തായാലും എപ്പോഴും പറയും പോലെ, യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അത് വളരെ ഈസിയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും, നമ്മൾ ഇങ്ങനെ ന്യൂസ് ഫീഡ്സിലായിരുന്നാലും നമുക്ക് വീഡിയോ കാണാം. ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതുപോലെ കാണാം. വീഡിയോ ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് തന്നെ കാണാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വീഡിയോയുടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ വീഡിയോ മാത്രമാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നമ്മൾ കണ്ട വീഡിയോകൾ എങ്ങനെ രണ്ടാമത് കാണാമെന്നുള്ളതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലെൻസിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. സാധാരണ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വാച്ച് ഒരു വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് വരും. നമുക്കത് ക്ലിക്ക് ചെയ്ത് കാണാം. പക്ഷെ ഇപ്പോൾ അതിലൊരു ലിങ്ക് പോലെ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്യണം. കണ്ടോ, ഇതുപോലെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വാച്ച് ഒരു വീഡിയോ, സേവ്ഡ് വീഡിയോ. നമ്മൾ സേവ് ചെയ്ത വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഞാൻ സേവ് ചെയ്ത വീഡിയോ ആണ്. ഇനി നമ്മൾ വാച്ച് ചെയ്ത വീഡിയോയും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ എന്നെല്ലാം വാച്ച് ചെയ്തിട്ടുണ്ടോ ആ വീഡിയോകളെല്ലാം നമുക്ക് ഇവിടെ ലോഡായി വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് അറിയാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഇത് ഈ രീതിയിൽ നിങ്ങൾ കണ്ട വീഡിയോകൾ വീണ്ടും കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.